हेलो गाइस, हम लोग जा रहे हैं मसूरी। हम लोगों ने अनप्लान ट्रिप किया है, हमें नहीं पता हम कब तक पहुंचेंगे। वी आर जस्ट गोइंग इन अ फन राइड। यस, आगे मिलते हैं, आगे चलते हैं। कहाँ से दिख रहा है? जो लाइट है बस वही दिख रहा है। वो लाइट अपना रोड बना रही है। അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ നേരം ഓടി 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 എന്തേ ടോളെന്തേ ഇതോ ടോൾ കണ്ടോ? ആ ടോളിൻ്റെ അവിടെ വന്ന് ഇപ്പം എന്താ ഇതാണ് വണ്ടി. ഇനി ഇവിടുന്ന് 250 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അയ്യോ എന്താ പറയുന്നത്, മസൂരിയിലേക്ക് 250 കിലോമീറ്റേഴ്സ് എന്നാണ്. പ്രോപ്പർ അല്ല, ഞാൻ ഒരു ഏകദേശം പറയാം 250 കിലോമീറ്റർ. ഇതോ അവിടെ ഇൻസ്റ്റാ 360 ഒരാൾ. എല്ലാവരും പലതായിട്ട് നിൽക്കുക. എന്താവും എപ്പോൾ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. 250 കിലോമീറ്റേഴ്സ് ഓടാൻ എന്താ പറയുന്നത്, നമുക്ക് എന്താ പറയുന്നത് 6 മണിക്കൂർ വേണമെന്ന് പറയുന്നത്. 6 മണിക്കൂർ എന്ന് വെച്ച് ഇത്തിരി മുണിയൊന്നല്ല, നല്ലതുണ്ട്. അപ്പോൾ ഇത് ഫുൾ പാക്ഡ് ആയിട്ടാണ് വണ്ടി വരുന്നത്. വണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പാക്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ വണ്ടി തുറക്കുകയാണെങ്കിൽ അരെ മാഫിക്ക് ലീഷ് भी रख देना. ലീഷ് ഉണ്ട് ഇതിനകത്ത് ഫുൾ പാക്ഡ്. ഓ എണീറ്റോ? ഹലോ ഗൈസ്, വേർ ഇസ് അനുഷ്ക? अनुष्का घुसी है। അനുഷ്ക is there. അപ്പം എന്തായാലും ഇവിടെ ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് മാഫീനെ ഇറക്കി. മാഫിക്ക് ലീഷിട്ടുകൊണ്ടിരിക്കുന്നു. മാഫിക്ക് ലീഷിട്ട് മാഫീനെ ഒന്ന് കറക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി എത്രയാണ് ലൈക്ക് ഓടിയിട്ട് തീരുന്നില്ല. ഒരു 120 കിലോമീറ്റേഴ്സ് അങ്ങനെ എന്താ സംതിങ് എങ്ങാണ്ടുണ്ട്. എനിക്കും കറക്റ്റ് അറിയാൻ വയ്യ. അത്ര ഓടിത്തരണം. ഇപ്പോൾ ഒരു നമ്മൾ ഗന്നയുടെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം എല്ലാവരും ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഉണ്ടാക്കട്ടെ. എനിക്കാണ് ഓടിച്ചോടിച്ചതിൻ്റെ കൈ ഭയങ്കര വേന. പറഞ്ഞാൽ എന്ത് വേന അറിയാം, എനിക്കറിയാൻ വയ്യ എന്ത് എത്ര വേന എടുക്കുന്നതെന്ന്. കുछ बोलना है क्या? हेलो गाइस, ये हमारा आज का खाना है। खाना नहीं, हम लोगों को आगोश में इतना ही खिला रहा है. दिस इज आवर बजट आफ्टर स्पेंडिंग अ लॉट ऑफ मनी इन कार एंड पेट्रोल. वेल डन. അപ്പം എന്തായാലും ഇതാ വണ്ടി ഇവിടെ വെക്കുക. അപ്പോൾ അത് കാടിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഇറങ്ങി വരുന്നു അവിടുന്ന് ഇല്ലേ. അപ്പോൾ ഗായ്സ് നമുക്ക് കരിമീൻ ജ്യൂസ് കിട്ടും. ഇതാണ് കരിമീൻ ജ്യൂസ് അങ്ങനെ കുടിക്കും. കുഴപ്പമില്ല. ലിപ്സ്റ്റിക്ക് പോയാ വീഡിയോ. ഞങ്ങളിപ്പോൾ ഡെറാഡൂണിൻ്റെ ഔട്ടറിലാണ്. അവിടെ നിന്ന് ഇപ്പോൾ എന്താ മസൂരി കയറാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഇവിടെ 48 കിലോമീറ്റർ, ടോട്ടൽ 48 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ നിൽക്കുന്ന സ്റ്റേയിലോട്ട്. സ്റ്റേ എടുത്തിട്ടില്ല, അവിടെ പോയി നോക്കത്തേ ഉള്ളൂ ആദ്യം എന്താണ് എന്നൊക്കെ. അതാദ്യം എടുത്ത് നോക്കണം, അത് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ കയറണം. ഞാൻ മലയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി വരത്തില്ല. കുറച്ചെല്ലാം സൈഡ് സീൻ ഒക്കെ എന്താ പറയുന്നത് ഇൻസ്റ്റാ 360 വെച്ച് എടുത്തു തരാം, എടുത്തിട്ട് അതിടാം. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഇനി ഞാൻ എന്താ പറയുന്നത് എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞങ്ങളിങ്ങനെ മസൂരിയിൽ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല, കുറേ ഉണ്ട് ഇനി അവിടെ. ഓടിയിട്ട് തീരുന്നത്. കരുതി മാഫിയ ഈ സ്ഥലം ബ്രോ നമ്മൾ പണ്ട് വന്നിട്ടുള്ള ഇവിടെ പണ്ട് വന്ന് ഫുള്ള് എന്താ പറയുക, പണ്ട് വന്നിട്ട് ഫുള്ള് കറങ്ങി സെറ്റായിട്ടുള്ള ഇവിടെയൊക്കെ. മാഫി ഉറക്കത്തില്ല, എൻ്റെ കൊച്ചു ഉറക്കത്തില്. മാഫി ഉറക്കത്തില്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട്
ബാക്കി അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടും അതും ഇതൊക്കെ ആയിട്ട്. ഓ എല്ലാം പറയണം, നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇതേ സെയിം സ്പോട്ട്, ഇതേ സെയിം സ്ഥലം വല്ലതും പറയണം. ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു, ഇത് തന്നെയായിരുന്നു സ്ഥലം. ഇത് രണ്ടുമായിരുന്നു സ്ഥലം. പറയാനുണ്ടോ? പറ. ഇവിടെ തന്നെ വന്നു. സത്യം പറയടി. നമ്മളിവിടെ വന്നായിരുന്നു സത്യം പറഞ്ഞു. ഈ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ്, അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് വന്നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മാഫിയുണ്ട് നമ്മുടെ ഇവിടെ, ഫുൾ സെറ്റ് ആയിട്ടാണ്. വെടക്കൻസോ? അതാരാ? ഓക്കെ, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അവിടെ നമ്മുടെ ഒരു ക്യാമറമാൻ നിൽപ്പുണ്ട്, അതിസാഹസികമായി ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറമാൻ. ഇത്രയും പേരാണുള്ളത്. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. Hello guys, this is the celebration point of Lucknow. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വണ്ടിക്ക് ഒന്ന് ഇറങ്ങി എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് വന്നത്. ഇന്നലെ രാത്രി കഴിച്ചതാണ്. ഇന്നലെ രാത്രി കഴിച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കഴിച്ചില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇപ്പം വൈകിട്ട് സമയം എത്രയായി? ടൈം വാട്ട്സ് ടൈം? 2:20 സമയം. രാത്രി ഇപ്പം വൈകിട്ട് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് 2:20 അതിൻ്റെ ക്ലൈമറ്റാണ് നോക്കി. 2 സമയത്ത് ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ, കഴിച്ചിട്ട് വേണം സെറ്റാക്കാൻ. ഓക്കെ, അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വിശന്നു, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. മോമോസ് മേടിച്ചായിരുന്നു. ഇത് ഒന്ന്, അത് 2. ഇവരെല്ലാവരും കൂടി ഇരുന്ന് തീർത്തു. അപ്പോൾ ഇനി അടുത്ത മാഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവിടെ ഒരാൾ കാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഓരോരോ കാര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് വരുന്നവർ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ 5 മിനിറ്റിൻ്റെ മാഗി വെച്ച് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അതവിടെ കാലി എന്ത് സംഭവം. ഓ സൂപ്പറാണ്, കുളിച്ചിരിക്കുന്നു. रोटी देख के वेट कर गया. സൂപ്പർ സാധനം. राजमा ഞാൻ എന്തായാലും വരാം, കണ്ടോണ്ട് വന്നതാണ്. അങ്ങനെ വലിയ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാഗി കിട്ടിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഞങ്ങൾ മാഗി വാങ്ങിച്ചത്? പിഷ്കത്തരം കാണിക്കണം? അല്ല, നിങ്ങൾക്ക് വലിയൊരു ഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ വലിയൊരു ഭക്ഷണം. എല്ലാവരും മാഗി ഇതോടെ ഒരു സാരി തീർത്തു. ഞങ്ങൾക്ക് മാഗി കിട്ടി. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ. ശരി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അതിസാഹസികമായി എവിടെ എത്തിയത്? ഇപ്പം സൺസെറ്റ് പോയിന്റിലാണ് എത്തിയത്. താക്കൂർ ഇപ്പം പോയാനായിരുന്നു. ഞാൻ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് ഇപ്പോൾ തരാം. അതായത് 2 വർഷം മുമ്പ് വന്നായിരുന്നു. 2 വർഷം വന്നത് ഇവിടെ ഒന്നും ഈ കട ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഈ റെയിലിങ്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് പീസ്. ഇത്ര ആൾക്കാരും വരത്തില്ലായിരുന്നു. ഇപ്പം വന്നപ്പോഴത്തേക്ക് എല്ലാമാണ് ഇവിടെ ആൾക്കാർ. മൊത്തം ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നു. ഇത് കഷ്ടമാണ് നോക്ക്. അപ്പോൾ ഗൈസ് ഞാൻ ഇനി എന്തെങ്കിലും എല്ലാവരും ആയിട്ടൊന്ന് ചില്ല് ചെയ്യട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ ബൈ. മാഫി വാ. പറയേ, മാഫിയുടെ ഫസ്റ്റ് ട്രക്കിൽ എന്താ പറയാനുള്ളത്? മാഫി പറന്ന് കയറുന്നു നോക്കി. प्रशांत इसको भी लेके जाओ जल्दी. हेलो गाइस, ये बहुत ही गंदा सा ट्रैक था, बट हम लोगों ने सक्सेसफुली कंप्लीट किया. आई थिंक देयर वी कुड हैव ब्रॉट सम ओल्ड monk or baru masa something for our health, because it's too cold and I haven't brought my jacket yet. I don't know what to do. Look at Atreya and Agus. They are shivering like, not Agus, Atreya is shivering like little. Prashant bought his jackets there. Okay. Where? Actually Prashant. Actually this is my vlog guys, and this is Mafia with a new hairstyle. Mafia with a new topi.
Oh, बिकॉज इसको ठंड लग ठंड लग रहा है गाइस आप देख ही सकते हैं कितना अच्छा व्यू है. आई एम जस्ट वेटिंग फॉर सनसेट बट आई डोंट नो वेयर द सन हैज गॉन. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ ക്ലൗഡ് സെന്ററിലാണ്. അപ്പോൾ ക്ലൗഡ് സെൻറ്റിൽ നിന്ന് ഞങ്ങളിപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് പക്ഷേ മൂടുകളുണ്ട്, സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. അതങ്ങ് സൈഡിൽ കൂടെ അങ്ങ് പോയി. കുറച്ചും കൂടെ മണ്ടേ കയറി പോകണം. ഞങ്ങളത് കയറിയില്ല, ഞങ്ങൾ പകുതി വെച്ച് നിർത്തി. യെസ്, അപ്പം സൺസെറ്റ് ഇത് ഏകദേശം തീർന്നു. നമുക്ക് താഴെ കൂടെ നല്ലൊരു വ്യൂ നോക്കി. എന്താ വ്യൂ ഈ ഒരു ഫോട്ടോ ഇതിനകത്ത് കാണാൻ നോക്കിയാൽ കിടിലായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇനിയപ്പോൾ ഇവിടുന്ന് നമുക്കിനി റൂം തപ്പണം. നമ്മൾ റൂം പോലും തപ്പിയിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് ഇങ്ങ് വന്നതാ, സമയം കിട്ടാത്തതുകൊണ്ട്. ആക്ച്വലി 2-3 ഉണ്ട്, അത് ചെന്ന് അന്വേഷിക്കണം, അത്രേ ഉള്ളൂ. യെസ്, അപ്പം ഇനിയിപ്പോൾ റൂം സെറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ ഇന്ന് സ്റ്റേ അടിക്കുക. രാത്രി എവിടെയായിരുന്നു നമ്മൾ പോകണ്ട? നമുക്ക് എവിടെയായിരുന്നു പോകണ്ട? സ്ഥലത്തിൻ്റെ പേര് നമുക്ക് പിന്നെ ഇനി മേ ബി ഹത്തിപ്പാമ്പ് അല്ലല്ല, മറ്റേ വോക്കോ എന്തായിരുന്നു? മോൾ റോഡാ. മോൾ റോഡ്, സോറി, മോൾ റോഡിൽ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ മോൾ റോഡിൽ പോവും. മോൾ റോഡിൽ പോയിട്ട് അവിടെയും രാത്രി ഫുഡ് എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ, സെറ്റ് ആയിട്ട് വരാം. ഓക്കെ ഗൈസ്. അപ്പം ഗൈസ് നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയും കുറേ ഉണ്ട്, ഇറങ്ങി തീർന്നില്ല. കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്തിനാ ഫോട്ടോ എടുത്ത് അറിയാൻ വയ്യ. കുറേ എടുത്ത് ഇനി അപ്പോൾ അടുത്ത റൂം തപ്പിയുള്ള തേടക്കമാണ്. കുറേ റൂം തപ്പണം, അതൊക്കെയാണ് ഇനി പ്ലാൻ. ഇവിടുന്ന് പോകുന്ന വഴികളൊക്കെ എങ്ങനത്തെയാണെന്ന് ദൈവത്തിന് അറിയാം. ഇങ്ങോട്ട് വന്ന് തന്നെ ഇച്ചിരി പാടുപെട്ടൊക്കെ വന്ന് തിരിച്ചു വരുന്ന വഴി എനിക്ക് ഒരു പിടിയുമില്ല. അപ്പം എന്തായാലും സമയം എടുക്കും നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്താൻ, റൂം കണ്ടുപിടിച്ച് റൂം എടുക്കാൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വ്യൂ നോക്കി, എന്ത് കിടിലം വ്യൂ നോക്കിയേ. 2 വർഷം മുമ്പ് വന്നതായിരുന്നു. അന്ന് ഇവിടെ ഒരു തേങ്ങക്കൊലയില്ലായിരുന്നു, ലൈക്ക് ഒന്നുമില്ലായിരുന്നു. മീൻസ് ഒരു വികസനമില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് ആൾക്കാരും വരുന്നുണ്ട്. അതിനൊക്കെയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലോക്ക്. സോ ഇത് വേറെ വ്യൂ ഉണ്ടായിരുന്നു. ഈ വ്യൂയിലൂടെ നമ്മൾ വന്നില്ല. വേണ്ട, ഇതാണ് ഒരു വ്യൂ. നോക്ക്, ഏതാ വ്യൂ അല്ലേ? ഇതാണ് ഒരു വ്യൂ. ഇവിടെ പണ്ട് ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ ഒന്ന് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പം പക്ഷേ എടുത്ത സ്ഥലം തന്നെ പിന്നെ വീണ്ടും എടുക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. क्या कर रहे हैं माफी को इसको कैसे लेके जाऊंगा नॉर्थ सिक्किम. ശരി. ഇപ്പോൾ എന്തായാലും ഗൈസ് അത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ ഓണാക്കി വന്നത്. ഇപ്പോൾ എന്തായാലും കണ്ടില്ലേ. അപ്പം ഇത് വേറൊരു വ്യൂ. ഫുൾ കിടിലം വ്യൂ, നല്ല തണുപ്പുണ്ട്. ഒരു 12-10 ഡിഗ്രി ഞാൻ കണ്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ കൈ മരവിക്കുന്നുണ്ട്. സോറി, ക്ലൗഡ് സെൻ എന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ച് ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ റൂട്ടാണിത്. നിങ്ങൾക്ക് അതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ റൂട്ടിലോട് പോകുന്ന വഴി ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഫുൾ ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, റോഡില്ല ഏകദേശം ഒരുമാതിരി എന്തൊക്കെയോ പോലെയാണ്. അപ്പോൾ എന്തായാലും ശരി, ഞാൻ ഇനി ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് ഇപ്പം തന്നെ അങ്ങനെത്തിട്ട് കാണാം. അപ്പോൾ നേരത്തെ നിന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് കഷ്ടപ്പെട്ട് അവസാനം ഞങ്ങളൊരു റൂം കണ്ടുപിടിച്ച് ഞങ്ങളുടെ റൂമിൽ വന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പുറത്തിൻ്റെ ഒരു റൂമുണ്ട്, 2 റൂമാണ് എടുത്തേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ ഏതായിരുന്നു? മോൾ റോഡ്. യെസ്, മോൾ റോഡിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഉണ്ട് ആത്രയ, പ്രശാന്ത്, ജയശ്രീ, വിധി, ഇവരെല്ലാവരും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടി നമ്മൾ മോൾ റോഡിലോട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പം ഇത് എന്താ പറയുക, ഞാൻ മസൂരി ട്രിപ്പ് മൊത്തത്തിൽ നാളത്തെ ഒരു എപ്പിസോഡുണ്ട്. ഇന്നത്തെ ഇപ്പം ഇതും കൂടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യും ഈ മോൾ റോഡ് എപ്പിസോഡും കഴിഞ്ഞാൽ. അപ്പം ടോട്ടൽ 2 എപ്പിസോഡ് മൊത്തത്തിൽ വരത്തുള്ളൂ. അതാണ് എൻ്റെ പ്ലാൻ. എന്ന് പറഞ്ഞാൽ ഇത് വരുന്നതൊക്കെ ഞാൻ ചെറുതായിട്ട് എടുത്തുള്ളൂ, വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പം അപ്പോൾ ഗായ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പം മോൾ റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 10 മിനിറ്റ് വാക്ക് എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എടുത്തല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് മോൾ റോഡ് പ്രോപ്പർ എത്തുമ്പോഴത്തേക്ക് വരാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ മോൾ റോഡിൻ്റെ അകത്ത് വന്നു. മോൾ റോഡിലാണ് മാഫിയ ഫ്രണ്ടിൽ, മാഫിയ ഇവിടെ ഉണ്ട്. മോൾ റോഡിൽ വന്ന് ഇനിയപ്പം ഇവരെല്ലാവരും കൂടെ നമ്മൾ ഫുഡ് തപ്പി പോവാണ്. നമുക്ക് വേണ്ട ചിക്കൻ മൊമോസ് ഇവിടെ കിട്ടുമെന്ന് ഇനി തപ്പി കണ്ടുപിടിക്കണം. അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ പുറകിലോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ നല്ല ഷോർട്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അയച്ചു തരാം. ഓക്കെ, ഇത് മോൾ റോഡിൻ്റെ അകത്തുള്ള ഓരോരോ ഇതാണ് കണ്ട. ഗൈസ് എല്ലാവരും വരൂ.
चढ़ाई नहीं हो गया काम ഓക്കെ, ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു കടയിൽ. 3000-4000 രൂപ ഫുഡ് മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ ഒരു സമയം पूरा मिल जाता है, ऐसा नहीं करना है, इसमें से मिल जाता है पूरा. ഫുഡല്ല പ്ലേറ്റൊക്കെ ആയിട്ട് വന്നേക്കുവാണ് ചേട്ടൻ. പിന്നെ ഇതെല്ലാം എടുത്തെടുത്ത് വെച്ച് ഇന്നൊരു അങ്കപ്പൂരിന് തയ്യാറായിരിക്കുന്ന ആണ് ഞങ്ങൾ. ഗൈസ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾക്കിവിടെ സ്റ്റാർട്ടറായിട്ട് തന്തൂരി ചിക്കൻ കൊണ്ട് വെച്ചായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു. ആ സമയത്ത് ഞങ്ങൾ തിന്ന് തീർത്ത്. ഇനി അപ്പോൾ അടുത്ത് വരുമ്പോൾ അവിടുന്ന് വരുമ്പോഴത്തേക്ക് കൊണ്ടുവരാം. വരും, അതെടുത്ത് തരാം കേട്ടോ. കഴിക്കുന്ന മുമ്പ് എന്തായാലും കാണിക്കാൻ നോക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ശരി. इसको देखिए क्या बोलना है आपको? 725 है फुल भाई इतना चिकन तो हम लखनऊ में देखे तक नहीं थे. लग गए. अनुराग, और क्या बोलना है आपको? लग गए भाई. 750 രൂപയ്ക്ക് ഇത്രയും സാധനം. എന്നിട്ട് നമുക്ക് ലക്നൗവിലേക്കാണ് ഇത്രയും പോലും കിട്ടത്തില്ല. എങ്ങനെ തിന്ന് തീർക്കുന്ന ആലോചിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ വരാറുണ്ട്, പക്ഷെ എനിക്ക് കണ്ടിട്ട് തീർക്കും തോന്നില്ല. ഇത് പക്ഷെ ഒരു 10 लोग को खा सकते हैं ഈസിലി. मुझे चिकन लेग पीस चाहिए. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ ഇനിയിപ്പം ഇവിടെ നിന്ന് അരിച്ചു പറക്കി തീർത്തിട്ട് വരാം. ഓക്കെ, എല്ലാം പറഞ്ഞില്ല. എത്ര നേരം കാണാൻ വരുന്നതാണെന്ന് അറിഞ്ഞോണ്ട ഗൈസ്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പം ഈ എൻ്റെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക. ഒരു ഫുള്ളടി ചായക്ക് 40 രൂപ. അപ്പോൾ ഞങ്ങൾ 4 ചായ മേടിച്ച്. അപ്പോൾ അതിന് ഇത്രയും രൂപയുണ്ട്. എത്ര? 160 രൂപ കണ്ട 4 ചായക്ക്. പിന്നെ അത് കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് നടക്കണം, റൂമിലോട്ട് നടന്നിട്ട് നാളെ ഇനി അടുത്ത വേറെ പരിപാടിയാണ്. അപ്പം എന്തായാലും റൂമിൽ വന്നിട്ട് ഞാൻ ഇത് കോള് വൈൻഡപ്പ് ചെയ്യും. കോളെന്ന് എന്തായിരുന്നു ഈ വീഡിയോ, ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തി. ഇവിടെ എല്ലാവരും പടമായിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ.